ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റു, തേയിലയൊക്കെ കുടിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കള്ളപ്പവും മുട്ടക്കറിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് മൂന്നാറിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടാണ്. കാരണം ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം രാവിലെ ഈ എന്താ ആടല്ലേ, വരയാടല്ലേ, വരയാടിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 8 മണി മുതൽ ഒരു 10 മണി ആ ഒരു സമയത്താണ്. അപ്പം വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ അതിന്റെ കൂടുകളൊക്കെ തേടി അങ്ങ് പൊക്കോളും. അപ്പൊ നമുക്ക് അതിനെ കാണാനൊന്നും പറ്റില്ല. പിന്നെ തിരക്കും ഭയങ്കര കൂടുതലായിരിക്കും 10 മണിക്ക് ശേഷമാണെങ്കിൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രാവിലെ പോയി ആടിനെയൊക്കെ കണ്ട് നമുക്കൊന്ന് പാർക്കൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് വരാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നത്. പാപ്പുനെ റൂമിലാക്കിയിട്ടുണ്ട്, ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്കും ഇരവിക്കുളം നാഷണൽ പാർക്കിലെത്തി. കാർ അകത്ത് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടി കേട്ടോ. അതാണ് ഈ രാവിലെ വന്നാലുള്ള ഗുണം. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ പോയി. ടിക്കറ്റ് കൗണ്ടറിലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാം. ഇപ്പം നമ്മൾ അല്ലാതെ ഡയറക്റ്റ് പോയാണ് എടുത്തത്. ഒരാൾക്ക് 200 റുപ്പീസാണ്. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് എക്സ്ട്രാ 50 റുപ്പീസ് കൂടെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ തന്നെ ഒരു ബസ്സിൽ കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. അപ്പം ബസ് നിറയുന്നതനുസരിച്ചിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. ഇതൊരു ഷട്ടിൽ പോലെയാണ് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ബസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമുക്ക് മുകളിൽ പോകാം, എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. മതിയായെങ്കിൽ നമുക്ക് തിരിച്ച് അവിടെ ഏത് ബസ്സാണ് ഇപ്പോൾ കിടക്കുന്നത് അതിൽ കയറിയെങ്കിൽ തിരിച്ചിങ്ങി വരാം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ഒരു ചായ കുടിച്ചിരുന്നപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബസ് ഇതുവരെയേ ഉള്ളൂ, ഇനി മുകളിലോട്ട് നടന്ന് കയറണം. അതൊരു വലിയ ടാസ്ക്കാണ് ഗൈസ്. ചെറിയ ദൂരമല്ല, അത്യാവശ്യം വലിയ ദൂരമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 2-3 കിലോമീറ്റർ നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കയറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് ഇത്രയൊക്കെ നടന്ന് കയറാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല ഗൈസ്, സത്യം അതാണ്, എന്നെ കൊണ്ട് പറ്റൂല. ബസ് അതുവരെ ഒന്ന് കണ്ടു പോയിരുന്നെങ്കിൽ വലിയ സൗകര്യമായിരുന്നു. എന്തായാലും എനിക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന അത്രയും ദൂരം നടന്നിട്ട് വരയാടിനെ കണ്ടില്ലേ സാരമില്ല തിരിച്ച് വരാമെന്നുള്ള മട്ടിലാണ്. ബസ് നിർത്തിയെടുത്തുനിന്ന് ഒരു വളവ്, കഷ്ടിച്ചൊരു വളവ്, അത്രയും ഞങ്ങൾ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരിടത്ത് പോയി ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത്. ഇനി എന്തായാലും മുകളിലോട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാരണം അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. കാരണം ഇന്ന് നമ്മൾ അവിടെ പതുക്കെ കയറി പോയെങ്കിലും ഞങ്ങൾക്ക് വൈകിട്ടാവും എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ ബാക്കി സ്ഥലങ്ങൾ കുറച്ച് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും ഇത് എന്താണ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം വരയാടിനെയും കണ്ടില്ല, ജ്യോതിയും കണ്ടില്ല. എന്തായാലും തിരിച്ചു പോവാം, ഷട്ടിൽ ബസ് വരുമല്ലോ, തിരിച്ചു പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ ഈ എന്താ പറയണത്, അത്ഭുതങ്ങളിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതവിടെ സംഭവിച്ചു ഗൈസ്. എൻ്റെ മുന്നിലൊരു വരയാട് ചാടി വന്നു ഗൈസ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ സത്യമാണ് ഗൈസ്, ഒരു വരയാട് ചാടി വന്നു. ഒന്നാമത്തെ കാര്യം നല്ല മൊട്ടം വെയിലാണ്. ഈ വരയാട് എനിക്ക് തോന്നുന്ന വെയിൽ കൊണ്ടിട്ടായിരിക്കും അത് മുകളിൽ നിന്ന് ഇത് ഇത്രയും ദൂരം താഴെ വന്ന്. എനിക്കറിയില്ല. ഞാൻ തിരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ വരയാട് മുന്നിൽ വന്ന് ചാടി. പിന്നെ അത് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ കുറേ നേരം നടന്നു. ഞാൻ അതിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോവുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നടന്ന് കൂടെ വരെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വരയാടിനെ കാണുന്നത് അന്നാണ്. കാണണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയതാണ്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര അത്ഭുതങ്ങളിൽ വിശ്വാസമാണ്. എന്താ പറയണത്, ദൈവം എനിക്കത് കാണിച്ചു തന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ വരയാടിനെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ച് ബസ് കയറാൻ വേണ്ടി നടക്കുകയാണ്. 200 റുപ്പീസിന് ഇത് വേർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് വേർത്താണെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങുന്നു, തിരിച്ച് നമ്മൾ ബസ്സിലല്ലേ കൊണ്ടുവന്നു. അപ്പം അത് കുറച്ച് ദൂരമുണ്ട് യാത്ര. അപ്പം അത് ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ്. നമ്മൾ ആ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയും ഒരു ബസ് യാത്ര ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ബസ്സിലും കൂടെ ഉള്ള ഈ ഒരു എന്താണ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നൊരു യാത്ര ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ വരയാടിനെ കണ്ടിട്ടില്ലാത്തതാണെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണാനൊക്കെ ആഗ്രഹമുള്ളവർക്കും ഇത് വേർത്തായിട്ടുള്ള ഒരു യാത്രയായിരിക്കും.
പിന്നെ മുകളിൽ നമ്മൾ കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കും നമുക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ അവിടെ വേറൊരു കാര്യം കണ്ടായിരുന്നു. താഴെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു താഴെ നിന്നാണ് ആ ടിക്കറ്റ് എടുക്കേണ്ടത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രായമുള്ളവർക്കാണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ താഴെ ഒരു ഇലക്ട്രിക് വണ്ടി അത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മുകളിൽ വരെ അത് കൊണ്ടുപോകും തോന്നുന്നു. അപ്പോൾ അത് നിങ്ങളത് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഒന്ന് അത് തിരക്കുക കേട്ടോ. ഇരവിക്കുളം നാഷണൽ പാർക്കിൽ ഞങ്ങൾ ഇറങ്ങി താഴോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു കട കണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ നിന്ന് പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു. ഈ യാത്രയിൽ ഉടനീളം നമ്മൾ പൈനാപ്പിൾ കഴിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലതാട്ടോ ശരീരത്തിന്. അപ്പോൾ അവിടെ ചുട്ട ചോളവും ചുടാത്ത ചോളവും ഒക്കെ ഉണ്ട് കേട്ടോ. ചുടാത്ത ചോളമല്ല, വേവിച്ച ചോളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വേവിച്ച ചോളം ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മസാലയും നാരങ്ങ നീരൊക്കെ തടവി നല്ല ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ തണുപ്പത്ത് നല്ല ചൂട് ചോളം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ബാഗി ജീൻസും ബൂട്ടും അണിഞ്ഞ് സ്വീറ്റ് കോൺ തിന്ന് നടക്കാം. അവിടെ നല്ല ഫ്രഷ് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഒരു 4 കെട്ട് ക്യാരറ്റ് അങ്ങ് വാങ്ങിച്ചു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ കടയുടെ തൊട്ടടുത്ത് തന്നെ ചെറുതേ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും തേനൊക്കെ കൊണ്ടുവന്നു. ഇത് വന്ന് ടേസ്റ്റ് കൂടി കളിക്കാം. ബ്രെഡ്, ബണ്ണ്, ദോശ, ചപ്പാത്തി அந்த மாதிரி கழிக்கலாம். மெடிசன்கள் அவசியமாக. ഓ, ചെറുതേന ഔഷധം. ചെറുതേന குணத்துக்கு அவசியம். உங்களுக்கு ஒரிஜினல் சாணம் வெள்ளத்தை நோக்கினா அறியும். வெள்ளத்துல அது அப்படியே நூல் மாதிரி தாளை பண்ணிக்கு ஒரு செகண்ட் வெள்ளம் இருக்கு. ஆனா வெள்ளத்துல போட்டா அப்படியே நூல் மாதிரி தாளை பண்ணிக்கு தேன் கலங்காது. ஒரு டூப்ளிகேட் சாணிக்கு தேன் கலங்கும். அப்படியே அடியில தாளை பண்ணிக்கும் ஒரிஜினல். എന്നാ പിന്നെ ഇത് മതി കേട്ടോ. ഇത് എത്രയാണ്? ഇത് 1600. അപ്പോ അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പി ചെറുതേൻ അങ്ങ് മേടിച്ചു. 1100 രൂപയ്ക്ക് ലേലം അങ്ങ് ഉറപ്പിച്ചു. 1 തരം, 2 തരം, 3 തരം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക സിമ്മിനും സിഗ്നൽ കാണത്തില്ല. BSNL ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ BSNL ഇല്ലായിരുന്നു. അങ്ങനെ ഗൂഗിൾ പേ ചെയ്യാൻ കുറേ കഷ്ടപ്പെട്ടു. എന്താ പറയുക, അവസാനം പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ മൂന്നാർ ചെന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അടിപൊളിയായിട്ടോ, നല്ല പെരുമാറ്റവും ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം 100-200 രൂപ പോലെ അല്ലല്ലോ, 1100 രൂപയാണ്. അപ്പോൾ അതൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, പൊതുവേ ഈ കടയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവർ നമ്മളോട് പെരുമാറുന്നത് എന്ത് നല്ല പെരുമാറ്റം എന്നറിയാമോ. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അടിപൊളിയാവുന്ന എപ്പോഴാണെന്ന് അറിയാമോ, അവിടുത്തെ ആൾക്കാരും അടിപൊളിയാവുമ്പോഴാണ്. സ്ഥലങ്ങൾ മാത്രം കൊള്ളായിരുന്നിട്ട് കാര്യമില്ലല്ലോ, അവിടുത്തെ ആൾക്കാരും നല്ല ആൾക്കാരാകുമ്പോഴാണല്ലോ നമുക്ക് അവിടെ വീണ്ടും പോകണമെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് മൂന്നാർ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ്. ഈ മാട്ടുപ്പെട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മറ്റേ മാട്ടുപ്പെട്ടി മച്ചാണെന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, നമ്മുടെ മുകേഷിൻ്റെ ആ ഒരു പടമൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇതൊരു ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ അടുത്ത് ഒരു എന്താ പറയുക നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി, കാറൊക്കെ പാർക്ക് ചെയ്ത് തൊട്ടടുത്ത് തന്നെ പാനിപ്പുരിയും മാഗിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ചൂട് മാഗി മേടിച്ചായിരുന്നു. വെയിലടിക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷം നല്ല തണുപ്പാണ്. അപ്പം ഈ തണുപ്പത്ത് ചൂട് മാഗി കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമാണ്. തൊട്ടടുത്ത ഒരു ഷോപ്പിൽ നിന്ന് കീ ചെയിൻ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയിലെ ഷീൽഡുള്ള സ്പിൻ ചെയ്യുന്ന കീ ചെയിൻ ഇച്ചാൽ ഞാൻ ഗിഫ്റ്റായിട്ട് മേടിച്ചായിരുന്നു. പിന്നെ മാട്ടുപ്പെട്ടി ഡാം നല്ല രസമാണ് കേട്ടോ, കാരണം തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു ഡാം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഈ ഒരു കാഴ്ചകൾ എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബോട്ടിംഗ് താല്പര്യമില്ല.
നെക്സ്റ്റ് ഞങ്ങൾ പോയത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള റിപ്പിൾ ടീയുടെ ഒരു ഫാക്ടറിയിലാണ്. ഫാക്ടറി വിസിറ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റ് 100 രൂപയാണ്. നമുക്ക് ഫാക്ടറിയുടെ അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവരൊരു ഗാലറി ഇരുത്തിയിട്ട് എന്തോ വീഡിയോ എന്തോ ഇട്ട് കാണിക്കും, അത് നമ്മൾ കണ്ട് അങ്ങനത്തെ ഒരു രീതിയാണ്. അല്ലാതെ നമുക്ക് ഫാക്ടറിയുടെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറി എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഡയറക്റ്റ് കാണാനായിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം വീഡിയോ ഇട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ഡിസ്കവറി ചാനലോ വല്ല പിന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അത് ഒരു എന്താ പറയുക അത്ര ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. ഞങ്ങൾ അതുകൊണ്ട് കയറി കണ്ടുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ 10 രൂപയ്ക്ക് ഒരു ചായ കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ്. ഈ റിപ്പിൾ ടീയുടെ തേയിലപ്പൊടി ഞാൻ അല്ലാതെ തന്നെ വാങ്ങിച്ച് നമ്മൾ ചായക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയും ടേസ്റ്റ് വരത്തില്ല. ഇതും ഒരു ബിസിനസ് ഒരു തന്ത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ചായ നമ്മൾ 10 രൂപയ്ക്ക് ഒരു ചായ കുടിക്കുമ്പോൾ ചായ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആ തേയിലപ്പൊടി വാങ്ങിക്കും. എന്നാൽ ആ തേയിലപ്പൊടിയിൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്തായാലും പക്ക ഒരു ബിസിനസ് ഒരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, ഞങ്ങൾ പോയി. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമുള്ളതും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ല ഞങ്ങൾ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോകുന്ന വഴിക്ക് വാഷ്റൂമോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഈ റിപ്പിൾ ടീ ഫാക്ടറിക്കകത്ത് വാഷ്റൂമുണ്ട്, ജെൻസിനും ലേഡീസിനുമുള്ള വാഷ്റൂമുണ്ട്. അത് ഫ്രീ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഓൾഡ് മൂന്നാറിലുള്ള CSA ക്രൈസ്റ്റ് ചർച്ചാണ്. ഈ ചർച്ചിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരുപാടൊന്നും പറഞ്ഞില്ല. ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു CSA ചർച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയും പിന്നെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിക്കുക. പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അപ്പോൾ ഒന്ന് കയറി കാണണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കണ്ണൻദേവൻ ടീ പ്ലാന്റേഷൻ്റെ മാനേജറായിരുന്ന ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റിൻ്റെ ഭാര്യ എലനർ ഇസബൽ മെയ്, പുള്ളിക്കാരത്തിയുടെ ഒരു ഓർമ്മ കൂടെ ഉള്ള ഒരു പള്ളിയാണ് ഈ ഒരു CSA ക്രൈസ്റ്റ് ചർച്ച് പള്ളി. കല്യാണം കഴിഞ്ഞ പുതുമോടിയിലാണ് ഹെൻറിയും ഇസബൽ മെയ്യും മൂന്നാർ വരികയും മൂന്നാർ മൊത്തം ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുന്ന ടൈമിൽ ഇസബൽ മെയ്ക്ക് കോളറ ബാധിച്ചു. അങ്ങനെ 1894 ഇസബെല്ല മരിച്ചു. ഇസബെല്ല മരിക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രദേശം ഈ ഒരു CSA ചർച്ചിരിക്കുന്ന പ്രദേശം ഒരു കുന്നായിരുന്നു. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് ഹെൻറിയോട് പറഞ്ഞ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി വരുന്നതിന് മുന്നേ എന്താ പറയുക ഒരു ശവകുടീരം വന്നു എന്നുള്ള ഒരു ഇതോടെ ഈ പള്ളിക്കുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആദ്യം വന്നത് ശവകുടീരമാണ്. അതിനുശേഷം 1924 ഈ പള്ളി ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോഴും സിമിട്രിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും അത് അവിടെ പോയിട്ട് അത് എന്താണ് നശിപ്പിക്കുന്നതായിട്ട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പം അങ്ങോട്ട് ആരും കടത്തി വിടുന്നില്ല. പക്ഷെ ഇപ്പോഴും ഇസബൽ മെയ് അവിടെ ഉണ്ട്. പള്ളിക്കകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും നമ്മൾ മാനിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പള്ളി ഒരു 1.5 പള്ളിയാണ് മക്കളെ. അകമൊക്കെ ഒന്ന് കയറി കാണേണ്ട കാഴ്ച തന്നെ. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ആ പള്ളി ഇപ്പോഴും അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ഹാറ്റ്സ് ഓഫ്. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ മൂന്നാറിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു ചർച്ച്. ഉറക്കായിരുന്നു എന്റെ മുട്ട്, എന്റെ മുട്ട് ഉറക്കായിരുന്നാ? ഓ ഓ ഓ ഓ അച്ചുകുട്ടി അച്ചുകുട്ടി നീ കുഞ്ഞ്. അയ്യോ 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 കുഞ്ഞ് അയ്യോ കുഞ്ഞ്. വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ബാബുച്ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് മിനി ചേച്ചി. ഞാൻ എപ്പോഴും പറയാറില്ല ഫുഡ് കഴിക്കുമ്പോൾ മിനി ചേച്ചി ഉണ്ടാക്കിയതാണ്. ഇതാണ് ആള്. ഇത് ചേട്ടൻ്റെ മോനാണ്. മോനും പാപ്പുവൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഇവർക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. പാപ്പുമായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇവർ മിങ്കിളായി. ചേച്ചിക്കൊരു പൂച്ചയുണ്ട്. പാപ്പുവിന് പൊതുവെ പൂച്ചകളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ പൂച്ച നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല. ചേച്ചി പാപ്പുവിനെ വെച്ച് കുറേ നേരം കളിപ്പിച്ച് എന്ത് നല്ല ആൾക്കാരാണ്
എന്താണെന്ന് അറിയുമ്പോൾ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കാരണം ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പം മിനിച്ചേച്ചി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മിനിച്ചേച്ചിയും കാണണം. പിന്നെ അതുപോലെ ഈ തോട് ചേട്ടൻ കുറേ തവണ പറഞ്ഞു നല്ല തോടാണ് എന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് കാണണം. ഈ പോകുന്ന വഴിക്ക് മൊത്തം ഏലമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഏലമാണ് കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുക രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം അതുമാത്രമല്ല നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ ഓണറിന് ഒരു ചെറിയൊരു ഫാമുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഈവനിങ് നമുക്കിഷ്ടമുള്ള ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അവിടെ നിന്ന് ഫ്രഷായിട്ട് പറിച്ച കുറേ എന്താ പറയുക തക്കാളിയൊക്കെ ഞങ്ങൾക്ക് തന്നു വിട്ടു കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അതുപോലെ നൈറ്റ് ഫുഡാണെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, സാലഡ്, അച്ചാറൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ഗ്രാൻഡ് ഡിന്നറായിരുന്നു ഞങ്ങളുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡിന്നർ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മൂന്നാറിലെ 3-ാമത്തെ ദിവസം. വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.